കിടക്കായിരുന്നില്ലേ മോളെ? നേരം ഒരുപാടായി. കിടന്നാലും എനിക്ക് ഉറക്കം വരില്ല അച്ഛാ. എന്റെ മോനെ എനിക്ക് നഷ്ടപ്പെട്ടിട്ട് എത്ര നാളായെന്ന് അച്ഛനറിയോ? ഞാനൊന്നും ചെയ്യുന്നില്ല എന്നാണോ നീ പറയുന്നത്? DGPയെ കൊണ്ട് സകല പോലീസ് സ്റ്റേഷനിലേക്ക് വയർലെസ് മെസ്സേജ് കൊടുപ്പിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യണ്ടേ? മകനെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ ദുഃഖം മനസ്സിലാക്കാൻ ഈ അച്ഛനാവും മോളെ. ഇതിന്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത് അവൻ തന്നെയാ, ആ രാജീവ്. നോക്കിക്കോ, അവൻ ഏത് പാതാളത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ശരി, ഒരു പോറല് പോലും ഏൽക്കാതെ നിന്റെ മോനെ ഈ അച്ഛൻ തിരിച്ചു കൊണ്ടുവരും. ഹലോ, അതെ പോലീസ് സ്റ്റേഷനാണ്. എന്ത് പശുകുത്തി എന്നാ? ഏതെങ്കിലും വനിതാ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറ. വല്ല കാളയോ പോത്തോ കുത്തുമ്പോ ഇങ്ങോട്ട് വിളിച്ചു പറ. വെക്കടാ സാർ, അവര് വന്നിട്ടുണ്ട്. വണക്കം. ഏതായാലും സാറ് വിളിപ്പിച്ച സ്ഥിതിക്ക് വെറും കൈയോടെ വരുന്നത് ശരിയല്ലല്ലോ. ഇതും കൂടി ആകാന്ന് കരുതി. ദേ, മോഷ്ടിച്ചതല്ല, കാശ് കൊടുത്ത് വാങ്ങിച്ചതാ. അയ്യോ, ദേ ഫോൺ വേസ്റ്റ് ആയി. വെക്കടാ ഫോൺ. വെക്കടി, ബാഗ് വെക്കടി. സോറി, പിന്നെ ഇത് ഫ്രൂട്ട്സ് ആണ് സാർ, ഇത് ബേക്കറി സാധനങ്ങൾ. മോഡേൺ ബ്രെഡ് എവിടെ? അയ്യോ, അത് എടുക്കാൻ പറ്റിയില്ല. വലിച്ചെടുക്കാൻ ഞാൻ എന്നോട് പറഞ്ഞല്ലോ. ഇതൊന്നുമല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് കുട്ടിയാണ്. കുപ്പിയാ? അയ്യോ, കുപ്പി കൊണ്ടുവരാൻ മറന്നുപോയി. വേണം ഇപ്പൊ വരുത്തിക്കാം. ഏതാ ബ്രാൻഡ്? ബ്രാൻഡി സാർ കഴിക്കൂല. ഇല്ലേ? കുപ്പിയല്ല, കുട്ടി. അയ്യോ, സാറിന് കുട്ടിയില്ലടി, പാവം. കുട്ടി വേണോ? ആട്ടെ, വൈഫുണ്ടോ? ആ കുട്ടിയല്ല, ഇതൊരു കാണാതായ കുട്ടിയെ കുറിച്ചാണ്. അത് ശരി. അയ്യോ മക്കളെ, ഇനി വരി, ഇപ്പൊ വരി. 1 2 3 4 5. ഹായ്, ഇതെല്ലാം എന്റെ മക്കളാ. എന്റെയും. രണ്ടുപേരും. ഓഹോ, എന്താണ് അതിന്റെ പേര്? രാജ് കപൂർ, ഷമി കപൂർ, ശശി കപൂർ, ഋഷി കപൂർ, അനിൽ കപൂർ. കൊള്ളാം, എല്ലാ സിനിമ ഫാമിലിയാണല്ലേ? ഓരോ സിനിമയും കണ്ടു കഴിഞ്ഞിട്ടാണ് എനിക്ക് ബാക്കി പറയാൻ വയ്യ. എനിക്ക് വേണ്ടത് ഇവനെയാണ്. വിടല്ലേ സാർ, ഇവനാണല്ലേ സാർ. ഇവനെ ഞാൻ തിരക്കി നടക്കുകയാണ്. ഇവൻ എന്നെ പറ്റിച്ചവനാണ്. ഇവൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ വിടില്ല സാർ. സാർ ഇവനെ കണ്ട ഉടൻ എന്നെ വിവരം അറിയിക്കണം. നമ്പർ 427593. ഓക്കെ? അതല്ലടോ, പിന്നെ താൻ തന്നെ ഇവനെ കണ്ടുപിടിച്ച് ആ നിമിഷം ഇവിടെ എത്തിക്കണം. ഇവനെ കാണാനില്ലെന്നും പറഞ്ഞൊരു പരാതി കിട്ടിയിട്ടുണ്ട്. ഓഹോ, മുകളിൽ നിന്നുള്ള ഉത്തരവാ. കാണാതായ കുട്ടിയെ കണ്ടുപിടിക്കേണ്ടത് പോലീസല്ലേ? അതെന്റെ ഡ്യൂട്ടി അല്ലല്ലോ. സാറിനോട് അധികം പ്രസംഗം പറയൂടാ. രണ്ടെണ്ണം കൊടുക്കട്ടെ സാർ? ഇപ്പൊ കൊടുക്കണം. അവൻ കണ്ടുപിടിച്ചുകൊണ്ടുവരും, അപ്പ കൊടുത്താ മതി. ഇല്ലേടാ? അത് മതി. ഒരാഴ്ച ഞാൻ സമയം തരും. എന്നെ പറ്റിക്കാൻ നോക്കരുത്. അതുവരെ ഇതിൽ ഒരുത്തൻ ഇവിടെ കിടക്കട്ടെ. ഒരാള് മതിയോ? രണ്ടുപേരും നിൽക്കട്ടെ സാർ. എന്താണ് അതിന്റെ പേര്? ഋഷി കപൂർ. ആ, ഋഷി കപൂർ മാത്രം ഇവിടെ കിടന്നാ മതി. ബാക്കി കപൂർ ടീം പോവാൻ നോക്ക്. വണ്ടി വിട്. നിന്നോടും കൂടിയാ പറഞ്ഞത്. ആ സീറ്റ് എടുത്തോടി. അല്ല, ഇവിടെ ഒന്ന് ക്ലീൻ ആയിക്കോട്ടെ. വരാതിരിക്കല്ലേ, അല്ലെങ്കിൽ കയ്യെന്ന് വിടറ. എന്താടാ, എന്ത് പറ്റി? എന്നെ പിടിക്കാൻ ഒരാള് വരുന്നു. എവിടെന്ന്? അനാഥാലയത്തിന്ന്. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിന്നെ ആരും കൊണ്ടുപോകില്ല. ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. ബ്രദേഴ്സ്, ഗെറ്റ് റെഡി.
കുരു അമ്മേ മാജിക്കലാമ്പ ഇതോ അവനിരിക്കുന്ന കസേരയായിരിക്കും അല്ല ഇവിടെയായിരിക്കും കിടന്നുറങ്ങുന്നത് മണത്ത് നോക്കാം ഓഹോ ഇതാണ് അവൻ കളിക്കുന്ന ടെമ്പിൾ ടെന്നീസ് കൈ കൊണ്ടെടുക്കണ്ട അവന്റെ ഡ്രസ്സിന്റെ അതേ വേണം ഈ പില്ലോ 1 2 4 ആട്ടി വെച്ച് നോക്കുമ്പോ കറക്റ്റാ കറക്റ്റ് പില്ലോ ഒരാൾക്ക് 2 നേടല്ലോ സലാം ഏക്കണ്ട് ആശാക്കാലക്ക് ബെസ്റ്റ് ടൈമിംഗ് പൂത്തി എന്താ എന്താ ഒന്നുമില്ല പള്ളി കൊണ്ടടാ എന്താ എന്ത് പറ്റി പോടാ ചാടോ അയ്യോ എന്താ എന്താടാ അവിടെ പോയി കിടക്കണോ ഇതിന്റെ അടിയിലുമില്ല സച്ചി വിളിച്ചു കൊല്ലക്കുടിയിൽ സൂചി വെക്കാൻ വന്നാൽ ഇങ്ങനെ ഇരിക്കും. ആരാടാ നീ? ഞാൻ ഇച്ചുവോക്ക്. എന്ത് കോപ്പ്? കോപ്പല്ല ഇച്ചുവോക്ക്. നിനക്കെന്താണ് ഇവിടെ കാര്യം? കാണാതായ ആൾക്കാരെ കണ്ടുപിടിക്കല എന്റെ ജോലി. ആ കുട്ടിയെ പിടിച്ചോണ്ട് പോകാൻ അനാഥാലയത്തിൽ നിന്നും വന്നവൻ. എന്റെ പൊന്നു പ്രദേശ്, ഞാൻ അനാഥാലയത്തിൽ നിന്ന് വന്നതല്ല, അവൻ അനാഥനും അല്ല. വേണ്ട കൊല്ലക്കുടി സൂചി വെക്കല്ലേ. ഈ കൊല്ലം കുറെ നേരമായില്ല സൂചിപ്പിക്കാൻ തുടങ്ങിയിട്ട്. വിചാരിക്കില്ല ഞാൻ. നിങ്ങൾ എന്നെ വിശ്വസിക്ക്, ഞാൻ നിങ്ങളെ വിശ്വസിക്കാം. അവന് അച്ഛനും ഉണ്ട് അമ്മയുണ്ട്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അവനെ വിളിക്ക്. ജോജി അയ്യോ അവന്റെ പേര് ജോജി എന്നല്ല, സച്ചിൻ. സച്ചിൻ